محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ഒരു മുഅ്മിനും മുത്തഖിയും മുഹ്സിനുമായി ജീവിച്ച് മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിചയമുള്ള സൂറത്ത് അത്വലാഖിലെ മൂന്നാമത്തെ ഒരു ചെറിയ വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. കഴിഞ്ഞ ഖുതുബയിലെ അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളിൽ അർ-റാസിഖ്, അർ-റസാഖ് എന്ന പദമാണ്, എന്ന നാമമാണ് വിശദമായി നമ്മൾ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന റിസ്ക്കുകൾ ധാരാളമുണ്ട്. ഭക്ഷണം, സമ്പത്ത് മാത്രമല്ല, നാം അധ്വാനിച്ച് നേടുന്നതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് റിസ്ക്കായി തന്നിട്ടുണ്ട്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹുവിൻ്റെ റിസ്ക്കാണല്ലോ. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു, നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്നത്. നോക്കൂ, എങ്ങനെയാണ് നമുക്ക് റിസ്ക് ലഭ്യമാവുന്നത്? ഏറ്റവും നല്ല രീതിയിൽ
അത് ലഭിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് നമ്മൾ രണ്ടും പഠിക്കണം. അള്ള റാസിക്കാണ്, അള്ള നന്നായി തരുന്നുണ്ട് എന്ന് പറഞ്ഞാലും അത് നമുക്ക് തരാൻ കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, നമ്മൾ അധ്വാനിക്കുന്നു. കാരണം നമ്മുടെ കാര്യങ്ങൾ നല്ല നിലയിൽ കഴിഞ്ഞു പോകണം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം. നാം ആരെയാണോ സംരക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത്, അവരുടെയൊക്കെ കാര്യങ്ങൾ നന്നാക്കി നോക്കി നടത്താൻ കഴിയണം. ഇതിനെല്ലാം അള്ളാഹു തരുന്ന റിസ്ക് ആവശ്യമാണ്. ഒന്നുകൂടി പറയാണ്, ഈ റിസ്ക് നാം നേടുന്നത് ആത്യന്തികമായി നമ്മളുടെ കഴിവുകൾ കൊണ്ട്, യോഗ്യതകൾ കൊണ്ട് മാത്രമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ വലിയ വിവരമുള്ള ഒരാളായിരിക്കണമല്ലോ ലോകത്ത് ഏറ്റവും വലിയ പണം അയാൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാവേണ്ടത്. അയാൾക്കായിരുന്നല്ലോ നമ്മൾ ഈ പറയുന്ന വിധത്തിലുള്ള ഏറ്റവും കൂടുതൽ റിസ്കുകൾ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെ അല്ലല്ലോ. ദുനിയാവിൽ അള്ളാഹുവിന്റെ റിസ്ക് ലഭ്യമാവുന്നതിന് എന്താണ് അതിന്റെ ഹിക്മത്ത് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഒരു ഉത്തരം പറയാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം അള്ളാഹു അതിന് വെച്ച മാനദണ്ഡങ്ങൾ എന്താണ് എന്നത് അള്ളാഹുവിനെ മാത്രമാണ് അറിയുക. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഹാരം കിട്ടുക എന്നതിനപ്പുറം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടുക എന്ന ഒരു തീരുമാനം നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. നമുക്കിങ്ങനെ ഒരുപാട് ഉപജീവനങ്ങൾ കിട്ടുക എന്നതല്ല, ആ കിട്ടുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് കിട്ടണം. അതിനെന്താണ് വഴി? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചില ആളുകളെ അള്ളാഹു ആക്ഷേപിച്ചു പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ തിന്നുന്നുണ്ട്. അവർ ആരെ പോലെ തിന്നുന്നറിയാമോ? നാൽക്കാലികൾ തിന്നുന്നത് പോലെ തിന്നുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ നിങ്ങൾ തിന്നരുതല്ലോ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ത്വയ്യിബായ ഭക്ഷണം കിട്ടണം. അതിന് ത്വയ്യിബായ റിസ്ക് ലഭിക്കാനുള്ള മാർഗമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ആദ്യം പറഞ്ഞെന്തറിയാം? തഖ്വ ഉണ്ടാകണം. ഞാൻ ഈ ആയത്ത് ഒരുപാട് ആലോചിച്ചതിന്റെ ഒരുപാട് തഫ്സീറുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. നിങ്ങളെ എല്ലാവരും വളരെ ശാന്തമായി ഒരു തത്വമല്ല പറയുന്നത്, ജീവിതമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ ജീവിതമാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തെ വെച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ആയത്തിന് വല്ലാത്തൊരു മഹത്വമുണ്ട്. ഹബീബായ റസൂല് പറഞ്ഞത്, എനിക്കൊരായത്തറിയാം. നിങ്ങൾ ആ ആയത്ത് മാത്രം പഠിച്ച് മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് നന്നാവാൻ അത് മദീന. അത് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതുന്നത്. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവർക്ക് അല്ലാഹു ജീവിതത്തിൽ ഒരു മഖ്റജ് നൽകും, ഒരു തുറവി നൽകും, ഒരു വഴി നൽകും. എന്നിട്ട് പറയാണ്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അല്ലാഹു നമുക്ക് റിസ്ക് തരും. നോക്കൂ, നേർക്ക് നേരെ തഖ്വയുണ്ടായാൽ റിസ്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഭൗതികമായി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിന്റെ വഴിയാണ്. പണിയെടുക്കണ്ടേ റിസ്ക് ഉണ്ടാവണമെങ്കിൽ? അപ്പൊ ഇതെന്താ വഴി? എന്തായിരിക്കും അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? നമ്മുടെ കഴിവ്, നമ്മുടെ അധ്വാനം, നമ്മുടെ പരിശ്രമം എല്ലാം നടത്തിയാൽ നമുക്ക് കിട്ടുന്ന കൂലിയോ ലാഭമോ ഒക്കെയായ റിസ്കായി നമുക്ക് വരുന്നത്, അതിൽ തഖ്വയുടെ സ്ഥാനം എന്താണ്? പറഞ്ഞു മനസ്സിലായോ? അതിൽ തഖ്വയുടെ സ്ഥാനം എന്താണ്? ഇത് രണ്ടും നമ്മളൊന്ന് ശരിക്കും ഇങ്ങനെ ചേർത്തിയിട്ട് വായിച്ചു നോക്കിയാൽ റിസ്ക് കിട്ടാൻ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് വേണ്ടത് തഖ്വയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ ഈ ആയത്ത് പഠിക്കണം. മഖ്റജ്, അപ്പൊ അതിന്റെ അർത്ഥം ശരിക്കും എക്സിറ്റ് എന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. പുറത്തേക്ക് കടക്കാനുള്ള വഴി, ഒരു തുറവി എന്ന് പറയും. കുടുങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വഴി ആവശ്യമാണ്.
വഴി വേണം. അങ്ങനെ ഒരു മഹറജ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു തന്നിരിക്കും. അതാണ് എന്നിട്ടോ നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വഴികളിൽ നിന്ന് നമുക്ക് അള്ളാഹു റിസ്ക് നൽകും. ഇപ്പൊ ഈ റിസ്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയാൻ നമുക്ക് എങ്ങനെയാ കഴിയാ? ഞാൻ ആലോചിക്കുന്നത്, നമ്മളൊരു പരീക്ഷ എഴുതുകയാണ്. ഈ പരീക്ഷയിൽ ചിലപ്പോൾ നമ്മൾ ഒന്നോ ഫസ്റ്റോ അല്ലെങ്കിൽ ആദ്യത്തെ പല റാങ്കുകളിലും വന്നിട്ടുണ്ടാവും. എന്നെക്കാളും കഴിവും യോഗ്യതയുമുള്ള ആളുകൾ അവരുടെ കൂടെ പരീക്ഷ എഴുതിയിട്ട് ഞാനാണ് ഉന്നതിയിൽ വന്നത്. ഞാൻ അങ്ങനെ ആലോചിച്ചത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. നമ്മളിങ്ങനെ ഒരു ഉയർന്ന തലത്തിൽ വന്നു. പടച്ചോനെ, ഇങ്ങനെ വരാൻ മാത്രം എന്ത് യോഗ്യതയാണ് സത്യത്തിൽ എനിക്കുള്ളത്? ഈ റിസ്ക് അതൊരു ഉപജീവനാണല്ലോ, ഒരു റിസ്ക്കാണല്ലോ. ആ റിസ്ക് കിട്ടാൻ മാത്രം എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? അതിന് അല്ലാഹു വെച്ച മാനദണ്ഡം എന്താവാം? എന്തായിരിക്കും പടച്ചോൻ വെച്ചിട്ടുണ്ടാവുക? അധ്വാനിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹു നൽകുന്ന സമ്മാനമാണ് അപ്പൊ റിസ്ക് എന്നത്. അതിന്റെ അളവും എപ്പോൾ നൽകണമെന്നതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനവും അവന്റെ ഹിക്മത്തും അവന്റെ പക്കൽ മാത്രമാണ്. നമ്മൾ വിചാരിക്കുന്ന ഭൗതികമായ എല്ലാ വഴികളും കാരണങ്ങളും മാത്രമല്ല റിസ്കിനുള്ളത്. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം റിസ്ക്കാണ്. രണ്ട് കാര്യങ്ങൾ അപ്പൊ നമ്മളിപ്പം പറഞ്ഞു. ഒന്ന് മഹ്റജ്, ഒന്ന് റിസ്ക്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാട്ടോ. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? തഖ്വ ഉണ്ടാകണം ജീവിതത്തിൽ റിസ്ക് കിട്ടാൻ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എനിക്ക് അറിയാത്തതൊന്നുമല്ല, പക്ഷെ ശാന്തമായി ആലോചിച്ച് നോക്കിയേ. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ധർമ്മബോധം. അതാണ് അതിന്റെ ലളിതമായ മലയാളം. ഖുർആൻ പറയുന്ന തഖ്വ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് തഖ്വയുടെ ഒന്നാമത്തെ നിർവചനം. നേരെ പഠിക്കണം. നമ്മൾ സാധാരണ നിസ്കാരത്താൻപ് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര തഖ്വ എന്ന് പറയും, അല്ലെങ്കിൽ താടി നോക്കിയിട്ട് പറയും, വേഷം നോക്കിയിട്ട് പറയും. വേഷവും താടി ഇതെല്ലാം നോക്കിയിട്ടല്ല തഖ്വ പറയേണ്ടത്. തഖ്വ മറ്റൊരാളോട് പറയാന്നല്ല കേട്ടോ ഞാൻ പറയണത്. നമുക്ക് തഖ്വ ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട. എങ്ങനെ അറിയാം? ഹറാമുകളോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് തഖ്വ ഉണ്ടോ ഇല്ലേ എന്നതിന്റെ അടയാളം. തഖ്വയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് അപ്പോ ഹറാം ഒഴിവാക്കലാണ്. പിന്നെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യലാണ്. ഒരു നമ്മൾ നിർവഹിക്കുന്ന ഹക്കുകൾ, ഫർളുകൾ എല്ലാം ഏതിലാണ്? പിന്നെ തഖ്വയുടെ ഭാഗമാണ്. മറ്റൊന്ന് ഹറാമുകളല്ലാത്ത കുറെ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ ഒഴിവാക്കല് തഖ്വയുടെ ഭാഗമാണ്. ഇനി ഫറളുകൾ അല്ലാത്ത ഒരുപാട് നന്മകളുണ്ട്. ഞാൻ പറഞ്ഞുതരാട്ടോ. ഫറളുകൾ അല്ലാത്ത ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ ചെയ്യൽ, ആ മേഖലയിൽ നമ്മൾ ഉണ്ടാവുക തഖ്വയുടെ ഭാഗമാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ. തഖ്വ ഈ ഹറാമുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവർക്ക് റിസ്കിന് പ്രയാസം നേരിടുന്നുണ്ട്. സത്യല്ലേ? ഹറാമ് ചെയ്യുന്ന ആളുകൾക്ക് റിസ്ക്കുകൾക്ക് പ്രയാസം നേരിടുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ശാന്തമായി ആലോചിക്കണം. പണം തികയുന്നില്ല. ഒരാൾക്ക് ഒരു ദിവസം ചുരുങ്ങിയത് നമ്മുടെ നാട്ടിൽ പണിയെടുത്താൽ, നിങ്ങൾ എല്ലാ വലിയ ജോലികളും നോക്കണ്ട. ഇപ്പൊ വലിയ ഇന്ന ഉദ്യോഗസ്ഥനാണ്, അയാളുടെ ഒക്കെ വരുമാനം നോക്കിയാൽ ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നതിനേക്കൊക്കെ കുറവായിരിക്കും. നമുക്കൊരു നാടൻ പണിയെടുക്കുന്ന ഒരാള് നാട്ടിൽ നമ്മൾ ഇറങ്ങി നോക്കിയാൽ 1000-ൽ കുറഞ്ഞ കൂലി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷേ പിറ്റേന്ന് പണിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും കടം വാങ്ങാണ്. എന്താ കാരണം? ഈ വന്ന പണം മുഴുവനും എവിടേക്കാണ് പോകുന്നത്? എന്റെ ചെലവ് എവിടെ പോകുന്നെങ്കിൽ ശരിക്കും ആലോചിച്ച് നോക്കിയേ. അല്ലാഹ് ഹറാമാക്കിയ ഏതെല്ലാം സംഗതികൾ എന്റെ കയ്യിലുണ്ട്? നേരെ ആലോചിക്കണം. കുറെ ആളുകൾ എങ്ങനെ അറിയാമോ? പിന്നെ കുറെ ആരാധനകൾ നിർവഹിക്കും, കുറെ നന്മകൾ ചെയ്യും, അതിന്റെ കൂടെ കുറെ ഹറാമുകൾ ഉണ്ടാവും. സത്യം ഈ പറയുന്നത്. നിങ്ങൾ വേറൊരാളെ നോക്കരുത്. ഞാനിത് പറയുമ്പോ ചിന്തിക്കുക ചെയ്യരുത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ നന്മകളും ഉണ്ട്, കൂട്ടത്തിൽ കുറെ ഹറാമുകളുണ്ട്.
തുറന്നു പറയട്ടെ, മദ്യപിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ, മുസ്ലിം എന്ന് പറയാൻ പറ്റൂല എന്നുള്ളത് അത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിപ്പോ അത് ആ വാക്കിനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഞങ്ങള് ആഴ്ചയിൽ 6 ദിവസവും വളരെ ഭംഗിയായി ജമാഅത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഉസ്താദെ, കൂട്ടത്തിൽ അങ്ങോട്ട് ചെന്നുപെട്ടാൽ പിന്നെ ഒരു നിയന്ത്രണം കിട്ടുന്നില്ല. പിന്നെ അടുത്ത 6 ദിവസവും പശ്ചാത്താപമാണ് അല്ലേ. എങ്കിൽ അവന് ഒരു ബർക്കത്ത് എന്ന് പറയണ ഒരു സംഗതി, ഐശ്വര്യം ഉണ്ടാവോ? അവന്റെ കയ്യിൽ ഈ പണം കിട്ടിയാൽ മതിയാവോ? ഇല്ലല്ലോ. ലോട്ടറി എടുക്കുന്ന മുസ്ലിമീങ്ങളില്ലേ, ശീലം തന്നെ തെറ്റല്ലേ. എത്ര ആളുകൾ, ഞാനിത് വെറുതെ പറയുന്നതല്ല, എത്ര ആളുകൾ ലോട്ടറി എടുക്കുന്ന ആളുകൾ. നിങ്ങൾ അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ, ഞാൻ എല്ലാം എടുത്തു പറഞ്ഞു തരല്ല. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭവും എനിക്ക് വേണ്ട. അടുത്ത ദിവസം ഒരാള് പറഞ്ഞതറിയോ, അയാൾ 1000-1500 റുപ്യയിൽ കൂടുതൽ പണിയെടുക്കും, എന്നിട്ട് അയാൾ കടം വാങ്ങാൻ പോകുക. അതിനെന്താ അങ്ങനെ, അയാൾക്ക് ഇത്രയും വരുമാനമല്ലേ എന്ന് ചോദിക്കുമ്പോ പറയണതറിയാം, അയാൾ എല്ലാ പൈസയും കിട്ടുന്നതുകൊണ്ട് ലോട്ടറി എടുത്തിട്ട് അങ്ങോട്ട് വരികയാണ്. ഒന്നൊന്നും കിട്ടൂല. ഞാൻ പറഞ്ഞെന്താ ചോദിച്ചാൽ, അങ്ങനെ ഒരു ഭാഗങ്ങൾ ഹറാം ഉപേക്ഷിക്കണം എന്നുള്ള എന്തിനാ പറഞ്ഞത്? തഖ്വണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ജീവിതത്തിൽ നിങ്ങളെ കഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞത് എന്തിനാ? ഇനി വേറെ ആലോചിച്ച് നോക്കിയേ, പലിശ കൊടുക്കുന്ന ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? എങ്ങനെ വന്നതാണ് ഈ പലിശ? പലിശയെ ഹറാമാണ്. പക്ഷേ പല ആളുകളുടെയും കുടുംബങ്ങളുടെയും ആധാരം എവിടെയാണ്? ബാങ്കിലാണ്. ഈ ആധാരം നമുക്ക് എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? ചെറിയ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ, നമ്മളത് അവിടെ കൊണ്ടുപോയി വെക്കേണ്ടി വരുമോ? വേറെ വല്ല ഹറാമുണ്ടോ? നിങ്ങൾ ലിസ്റ്റ് ഇങ്ങനെ ചെയ്തു നോക്കിയേ നമ്മുടെ ജീവിതത്തില്. അങ്ങനെ ഈ എണ്ണിയതും ഇതുപോലുള്ള ചെറുതും വലുതുമായ സംഗതികളെ നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ഒരു വരുമാനമാണ് നമുക്കുള്ളതെങ്കിൽ പോലും വളരെ സുന്ദരമായി ജീവിക്കാൻ കഴിയില്ലേ? അല്ല എന്തിനായിരിക്കും ഈ പറഞ്ഞത്? കിട്ടിയതൊക്കെ ലാഭല്ലേ? എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ കിട്ടിയതുകൊണ്ട് മക്കളുടെ കൂടെ, ഭാര്യന്റെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ ഒന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു നോക്കിയേ. വാപ്പാക്കും ഉമ്മാക്കും ചെലവിന് കൊടുക്കാത്ത മക്കൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? ആ രംഗത്ത് വീഴ്ച വരുത്തുന്നു എങ്കിൽ മക്കളായ നമ്മൾ മക്കളാണ്, നമുക്ക് മക്കളുണ്ട്. നമ്മുടെ മക്കളിൽ നിന്ന് ഒരു നന്മയും നമ്മൾ പ്രതീക്ഷിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാ. നിങ്ങളുടെ മക്കളുടെ നേട്ടത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയാണ്. വാപ്പാക്കും ഉമ്മാക്കും ചോദിക്കാതെ നിങ്ങൾ ഇവർക്ക് വേണ്ടി ചോദിക്കരുത് എന്നാ നമ്മൾ ആദ്യം അത് വരണ്ടേ. പറഞ്ഞറിയാം, ഈ എന്ന ആയത്തിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ആലോചിച്ചാലും തീരാത്ത അത്ര ആശയങ്ങൾ പ്രിയരെ അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഹറാമുകൾ ചെയ്യാതിരിക്കുക, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിക്കുക, അള്ളാഹ് തെറ്റായി പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ പരിശ്രമിക്കുക. നന്മയെന്ന് വിശേഷിപ്പിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നത് ചെയ്യുക. അതിനാണ് നമ്മൾ തഖ്വ എന്ന് പറയാ. മനസ്സിലായോ? ഇത്തരക്കാർക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. നമ്മൾ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഭയങ്കര സുഖാന്നല്ല. ജീവിതം എന്ന് പറയുന്നത് എന്താണ്? അതിന് കയറ്റിറക്കം ഉണ്ടാവും, പക്ഷെ നമ്മൾ ബുദ്ധിമുട്ടൂല. ഒരു പ്രതിസന്ധിയിൽ നമ്മളാണ് കൊണ്ടുപോയി നിർത്തിയാൽ നമ്മൾ അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. രണ്ടാമത് നമുക്ക് ചിന്തിക്കേണ്ടത് എന്തറിയാമോ? ഇതിന് കുറെ സംഗതികളുണ്ട്. ഇങ്ങനെ റിസ്ക് കിട്ടാൻ തവക്കുലുണ്ട്, നിസ്കാരമുണ്ട്, അതേപോലെ ഓരോ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി നമ്മൾ പണിയെടുക്കലുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, അൽ-ഇൻഫാഖു ചെലവഴിക്കലുണ്ട്. എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. 1-2 കാര്യങ്ങൾ കൂടി മനസ്സിൽ ഓർമ്മപ്പെടുത്താം, പിന്നീട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ പറയേണ്ടത്. അൽ-ഇൻഫാഖ് ചെലവഴിക്കുക. അള്ളാന്റെ മാർഗത്തിൽ ഹലാലായ രീതിയിൽ നാം ചെയ്യുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളെ മൊത്തത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്ന പദമായിട്ടാണ് ഇൻഫാഖ് എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചെലവഴിക്കുക എന്നുള്ള വാക്ക് നേരെ വരണേ. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുള്ള എന്തിനാണെന്നറിയാമോ? മോശമായ ഒരു കാര്യത്തിന് പണമോ അധ്വാനമോ ചെലവഴിക്കുന്നതിന് അറബിയിൽ ഇൻഫാഖ് എന്ന് പറയില്ല.
എങ്ങനെ? അതിന് വേറെ വാക്കാ ഉപയോഗിക്കും. ഇസ്രാഫ് എന്ന് ഉപയോഗിക്കും, തബ്ദീർ എന്ന് ഉപയോഗിക്കും. ആ ചെലവഴിക്കലിന് പോസിറ്റീവായ അർത്ഥം മാത്രമാണ് ഇൻഫാക്കിനുള്ളത്. ക്രിയാത്മകമായ രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതോ നമ്മുടെ സമ്പത്തിനെ സ്വയം വളർത്താൻ സഹായിക്കുന്ന വിധത്തിലോ അതിനെ വ്യയം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫാഖ് എന്ന് പറയുക. അങ്ങനെ വരുമ്പോ എന്തറിയാം, സദഖ, സക്കാത്ത് എല്ലാം ഇൻഫാഖിന്റെ ഭാഗമാണ്. അതും ഹലാലായ എല്ലാ വഴികളിലൂടെയാണെങ്കിൽ വെച്ചടി നമുക്ക് പുരോഗതി ഉണ്ടാവും. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അറിയാമോ? ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി വയഖ്ദിർ ലഹു. അള്ളാഹു പറയുന്നു, ഇന്ന റബ്ബി എന്ന് പടച്ചോൻ പറയാ. നബി നിങ്ങൾ ഇവരെ പഠിപ്പിക്കണം, എന്റെ നാഥൻ യബ്സുതു റിസ്ഖ, റിസ്ഖ് നിങ്ങൾക്ക് വിശാലപ്പെടുത്തി തരും അവനുദ്ദേശിക്കുന്നവർക്ക്. വയഖ്ദിർ ലഹു, അവൻ അത് കുടുസായിട്ടും കൊടുക്കും. എന്നിട്ട് പറയണതറിയാം, വമാ അൻഫഖ്തും മിൻ ശൈഇൻ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ഫഹുവ യുഖ്ലിഫുഹു, അത് നിങ്ങൾക്ക് അള്ളാഹു അങ്ങനെ കരുതി വെക്കും, നിധിയാക്കി വെച്ച് തരും. വഹുവ ഖൈറുർ റാസിഖീൻ, അള്ളാഹു റാസിഖുകളിൽ ഏറ്റവും ഖൈറുള്ളവനാണ്. യബ്സുതു റിസ്ക് ഇങ്ങനെ തരിക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ ഹിക്മത്ത് എന്താന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹ് ഹക്കീമാണെന്ന് പറയുന്നത്. അത് നമുക്ക് വേറൊരു ദിവസം പഠിക്കണം. ഇനി എന്താ പറഞ്ഞത് വെച്ചാൽ, എന്ത് നമ്മൾ കൊടുത്താലും അതിന് പകരം അള്ളാഹു തരും. എന്റെ കൂടെ ഒരു മിനിറ്റ് വരണം കേട്ടോ. അപ്പൊ ഖുർആന്റെ ശൈലി എന്താ അറിയോ? റിസ്ക് ചെയ്യൂ, ഇൻഫാഖ് ചെയ്യൂ, റിസ്ക് നേടൂ ആണ് ഖുർആന്റെ പോളിസി. എന്താണ് ദീൻ? എന്താ നമുക്ക് പറയാം? ദീനിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇൻഫാഖ് ചെയ്യൂ, റിസ്ക് നേടൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസുൽ ഖുദ്സി. എന്താ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? അള്ളാഹ് പറഞ്ഞു, റസൂലിന്റെ വാക്കല്ല, ആ ഖുർആനും അല്ല, അതിന്റെ ഇടയിലുള്ളതാണ്. എന്താ റസൂൽ പറയണമെന്നറിയോ? ഖാല അല്ലാഹു അസ്സ വജല്ല അൻഫിഖ് ഉൻഫിഖ് അലൈക, അൻഫിഖ് നീ ചെലവഴിക്ക്, ഉൻഫിഖ് അലൈക അല്ലാഹു നിനക്ക് യഥേഷ്ടം തന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പറയാ, ഖാൽ യദുല്ലാഹിൽ മൽആ, അള്ളാഹുവിന്റെ കൈ എന്ന് പറയുന്നത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ വചനത്തിനെ നീട്ടി നീട്ടി ബയാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ലാ തഅയിലുഹാ നഫഖ, എത്ര ചെലവഴിച്ചാലും അത് തീരൂല. സഹാഹൽ ലൈല വന്നഹാറ, രാവും പകലും അള്ളാഹു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഹബീബായ റസൂൽ ചോദിക്കുക, മാ അറഅയ്തും മാ അൻഫഖ മുൻദു ഖലഖസ് സമാ വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ അള്ളാഹു ചെലവഴിക്കാൻ നിങ്ങൾക്ക് തരാൻ തുടങ്ങിയിട്ട് അള്ളാന്റെ ഇത് തീർന്നിട്ടുണ്ടോന്നാ? ഇത് നീട്ടി പറയാൻ സമയമല്ല. ചെലവഴിക്ക് നിനക്ക് തിരിച്ചു കിട്ടും. എത്ര കൊടുത്താലും തീരാത്തതാണ് അള്ളാന്റെ കൈ എന്ന് പറയുന്നത്. നോക്കി, ഈ കുറച്ച് കൂടുതൽ എന്ന പദങ്ങളെല്ലാം നമ്മുടെ ഡിക്ഷണറിയിലേ ഉള്ളൂ. ഈ ഭൂമി മുഴുവൻ ഒരാളാണ്. അയാൾ നമുക്ക് കുറച്ചു തന്നു, കൂടുതൽ തന്നു, അതിൽ പ്രസക്തിയില്ലല്ലോ. ഒരു കുറച്ചുള്ളൂ, കൂടുതൽ തന്നു, കുറച്ച് തന്നു എന്ന് പറയുമ്പോഴല്ലേ അതിന് പ്രസക്തിയുള്ളൂ. അള്ളാന്റെ കൈ നിറഞ്ഞു നിൽക്കല്ലേ എന്നുള്ളതാണ്. എന്നിട്ടോ ആ തന്നതിന് കണക്ക് പറയാൻ കഴിയോ? ഇല്ല എന്നുള്ളതാ. അള്ളാന്റെ അടുക്കലാണ് മീസാൻ ഉള്ളത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ നമ്മൾ കൊടുക്കുമെന്നറിയോ, നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇവിടെ ഇപ്പൊ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പല സംഗതികളുണ്ട്. ഇപ്പൊ ജനസേവനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ ഒരു സംഗതിയാണ്. ഈ കലക്ടർമാരെക്കാളും കൂടുതൽ നാട്ടിൽ സന്തോഷവാന്മാരാണ് രാഷ്ട്രീയക്കാരെന്ന് പറയാറുണ്ട്. സത്യമാണത്. കാരണം എന്താ വെച്ചാൽ, വെറുതെ പറയുന്നതല്ലത്. ഇവർ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം നിങ്ങൾ മൂല്യത്തിലേക്കാണ് നോക്കണം, അല്ല എല്ലാം എന്നുള്ള നിലക്കല്ല. ഇവരെന്താ അറിയാ, എപ്പോഴും ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് എന്തെങ്കിലും നൽകുക. ആ മനുഷ്യൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ പരസ്പരം ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണെന്ന്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സൽപ്രവർത്തനങ്ങൾ മനുഷ്യന് സംതൃപ്തിയാണ് നൽകുക.
ആ പ്രവർത്തനങ്ങൾ നീതി, ന്യായം, സ്വജനപക്ഷപാതമില്ലാതിരിക്കൽ, ജനക്ഷേമം, മുതലിനോടുള്ള സമീപനം, ഇതെല്ലാം വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും, എപ്പോഴും സന്തോഷവാനായിരിക്കും. അവന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വരുന്നുണ്ടോ ആ പ്രതിസന്ധികൾ അയാൾ ചെയ്യുന്ന നന്മകളിലൂടെ അയാളെ രക്ഷപ്പെടുത്തും. ഞാൻ ശരിക്കും ആലോചിച്ചു, എന്തിനാണ് നമുക്ക് ഈ തടി അള്ള തന്നത്? അതുകൊണ്ട് എത്ര മനുഷ്യന്മാർക്ക് നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഗൾഫിലെ ഞങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞു മനസ്സിന് എപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു സംഗതിയാണത്. ഗൾഫിലൊരു വളരെ ചെറിയൊരു കച്ചവടക്കാരനായ സുഹൃത്ത്, അയാളെ ചെറിയ വരുമാനം കൊണ്ട് ഒരു യതീമായ അനാഥയായ കുടുംബത്തിന് വീട് വെച്ചു കൊടുത്തു. എന്നിട്ട് അന്ന് 2 കുട്ടികളുണ്ട്, ഒരു വിധവയായ സ്ത്രീ. ഇവന്റെ ഭാര്യയും കൂടി അന്ന് വൈകുന്നേരം ഒരു പുര കയറി താമസിച്ച അന്ന് രാത്രിയിൽ ഈ പെണ്ണിനെ അന്ന് മഗ്‌രിബിന് വിളിക്കുകയാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയുണ്ടോ, എല്ലാം സൗകര്യമൊക്കെ റെഡിയല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാനാ വിളിക്കുന്നത്. സലാം പറഞ്ഞ ഉടനെ മറുതലക്കിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഞാനും എന്റെ 2 മക്കളും ഇതിനേക്കാൾ മനോഹരമായ ഒരു വീട് നാളെ അള്ളാഹുവിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നിങ്ങൾക്കും കുടുംബത്തിനും തരാൻ വേണ്ടി ഞാനും എന്റെ കുട്ടികളും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നാണ് ആദ്യത്തെ വാക്ക്. ഇയാൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ നേരം കിട്ടുന്നില്ല. അസമയം ഇയാളുടെ കണ്ണിലുണ്ട് വെള്ളം നിറഞ്ഞുപോയി. ഇയാള് വളരെ പെട്ടെന്ന് വാക്കുകൾ പറഞ്ഞ് ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് അടുത്തിരിക്കുന്ന ഭാര്യയോട് ചോദിച്ചു, എടി പെണ്ണെ, നീ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? എങ്ങനെ? ഇപ്പൊ നമ്മളും നമ്മുടെ ഒക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, കുട്ടികൾ രക്ഷപ്പെടണം, അങ്ങനെ വേണം എന്നൊക്കെ പറയണ്ട്. എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും ഒന്നിച്ച് റബ്ബേ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരിക്കലൊരു വീട് തരയണമേ എന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഇവിടുന്ന് ഏതായാലും ഇന്ന് കണ്ണടഞ്ഞ നമ്മുടെ സ്വത്താരതാണ്. എന്റെ എന്ന് പറയുമ്പോൾ നമ്മുടേതാണോ? അല്ലല്ലോ. ഇത് ആത്യന്തികമായി പടച്ചോന്റെ കയ്യിലുള്ളതല്ലേ, അള്ളാന്റെ മുതലല്ലേ, അവരിലേക്കല്ലേ ഇലയിൽ മസീറൊക്കെ തിരിച്ചു വരുന്നത് എന്റെ അടുക്കലേക്ക് എന്നുള്ളതല്ലേ. കൊടുത്തുകൊണ്ട് ഒരു സംതൃപ്തി നേടാൻ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് എളുപ്പം തരുന്നില്ല എന്ന് എവിടെയെങ്കിലും കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു നിമിഷമുണ്ടോ? നിങ്ങൾ അപ്പം ആലോചിച്ചോളൂ, ഞാൻ എത്ര മനുഷ്യനെ സഹായിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതാ ഞാൻ പറഞ്ഞത് എന്തിനാണ് ഈ തടി എന്നുള്ളതാ. ഇത് മാത്രല്ല, നിങ്ങൾ ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ അള്ളാഹുവിനുള്ള എല്ലാം കൃത്യമായി നൽകുന്നതോടൊപ്പം ഇബാദത്ത് പക്കയാക്കുന്നതോടൊപ്പം ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങള്, ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു സഹായങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഇബാദത്ത് പക്കയാക്കണം. പക്ഷെ ഇത് ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം വല്ലാത്തൊരു സംഗതിയാണ്. ആ സ്ഥാനത്ത് നമുക്ക് എങ്ങനെ വിഷമങ്ങൾ വരാതിരിക്കും? ഞാൻ ഒന്നുകൂടി തുറന്നു പറഞ്ഞുതരാം. ഹറാമ് മാറി മാറി ജീവിതത്തിലേക്ക് വരിക. എല്ലാ മാസവും 1-ാം തീയതി അമ്പലത്തിൽ പോകുന്ന മുസ്ലിമീങ്ങളില്ലേ, മറ്റു ആരാധനാലയങ്ങളിൽ പോകുന്ന മുസ്ലിമീങ്ങളില്ലേ? ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്വയാലോചിച്ച് ശിർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടുമോ? നമ്മുടെ റിസ്കിന് ബർക്കത്ത് ഉണ്ടാവോ? ഇല്ലല്ലോ. ആ വഴിയിൽ എത്ര പണം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ പള്ളിക്ക് വന്നിട്ട് അള്ളാനോട് നമ്മൾ ദുആ ചെയ്യുന്നത് മാതിരിയാണോ ഏതെങ്കിലും ഒരു ശിർക്കൻ കേന്ദ്രങ്ങളിൽ പോയിട്ട് ശൂന്യമായ കൈകൊണ്ട് തിരിച്ചു വരാൻ പറ്റുമോ? അള്ളാനെ ആരാധിക്കാൻ ഒരു പൈസയും ചെലവില്ല. അള്ളയല്ലാത്ത ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെ പണച്ചെലവാ അല്ലെ? നേരങ്ങൾ ആലോചിച്ച് നോക്കിയ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ ഒരു ചെലവില്ല. അങ്ങനെ ആലോചിച്ച് നോക്കുക. ഇവിടെ മാത്രമല്ല ഇൻഫാഖ്. ഒരു വാക്കുകൂടി അതിലേക്ക് പറഞ്ഞു നിർത്തുകയാണ്. ഈ കാലഘട്ടത്തില് ഇൻഫാഖ്, നമ്മുടെ അധ്വാനം വരേണ്ടുന്ന വേറെയും ചില മേഖലകളുണ്ട്, ശ്രദ്ധ പതിയേണ്ട മേഖലകൾ. ഇപ്പോ ഈ എക്സ് മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ നാമധാരികളായ മുസ്ലിമീങ്ങൾ, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ യുക്തിവാദികളായിട്ടുള്ള മുസ്ലിം പേരുകളുള്ള ആളുകൾ, അവരുടെ ഒക്കെ പുറത്തു വരുന്ന വാക്കുകൾ എന്തറിയാമോ? മതം വളരെ ഡേഞ്ചറാണ്. മദ്രസകൾ പഠിപ്പിക്കുന്ന മക്കൾക്ക് നൽകുന്ന മെസ്സേജുകൾ ഇന്നതാണ്. നാട്ടിൽ കേൾക്കുന്ന ഒരു വാക്ക് ഞാൻ സൂചിപ്പിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇസ്ലാമിന്റെ എതിരാളികളിൽ നിന്നും ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലുള്ള ആളുകളുടെ വാക്കുകളാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് സംഘടനയുള്ള ഏക വിഭാഗം ഇത് മാത്രമേ ഉള്ളൂ.
നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ മതവിഭാഗങ്ങളിൽ വന്നിട്ട് മറ്റെവിടേക്ക് പോയി അവിടേക്ക് പോയിട്ട് അവർക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് സംഘടന ഉണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ പ്രത്യേകമായ ചില വളരെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ്. എങ്കിൽ അവർക്കൊക്കെ അറിയാം ഇസ്ലാമിന്റെ ആശയങ്ങളെ എതിർക്കാൻ നേർക്ക് നേരെ കഴിയില്ല എന്നത്. ലോകത്ത് ഇന്ന് 5-1 മുസ്ലിമീങ്ങളാണ്. ഇനി കുറച്ചും കൂടി കാലം കഴിയുമ്പോഴൊക്കെ പഠിച്ച് ഇസ്ലാമിലേക്ക് കുറേ ആളുകൾ വരുന്നുണ്ട്, യുവസമൂഹം. ആ യുവാക്കളിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളല്ല, പെൺകുട്ടികളാണ്. കാരണം ആൺകുട്ടികളെക്കാളും ലോകത്ത് പഠിക്കുന്നതും പെൺകുട്ടികളാണ്. എങ്കിൽ എല്ലാ മക്കളും മോശമാണെന്നല്ല നമ്മുടെ അഭിപ്രായം. നമ്മൾ മോശമാണോ എന്നുള്ളത്, നമ്മളെ വഴി റൂട്ട് ശരിയല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ശരിയായ കലാം, ആ കലാം വളരെ സിമ്പിളാണ്, നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒന്ന് തൗഹീദാണ്, അല്ലെ? എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ലാളിത്യം നിങ്ങൾ നോക്കിയേ. ഈ പ്രപഞ്ചം പടച്ചത് ഒരേ ഒരുവനാണ്, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അവനെ നിങ്ങൾ വിളിക്കാവൂ. എത്ര ലളിതമാണ്. ഇങ്ങനത്തെ എളുപ്പമുള്ള വേറൊന്നുണ്ടോ? വേറെ ആരെയും അതിലേക്ക് കൂട്ടിക്കെട്ടണല്ലോ. അങ്ങനെ വരുമ്പോ നമുക്കൊരു ചോദ്യം വരും, ഈ ആശയം പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ലോകത്ത് റോൾ മോഡലുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ എത്ര റോൾ മോഡലുകളെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അവരതിന് പ്രേരിപ്പിക്കുന്നത് എന്താ? കോടിക്കണക്കിന് മനുഷ്യരെ ഈ നന്മകൾക്ക് പ്രേരിപ്പിക്കുന്നത് മരണാനന്തരം ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടെന്നുള്ളതാണ്. ഈ 3 നമ്മൾ പറയാ, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. എത്ര രസമാണ് ഇത്! നമ്മുടെ മക്കൾക്ക് കൂടി എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനം മുതിർന്നവരായ നമ്മൾ ചെയ്യണം. കാരണം എന്തറിയോ, 5ാം ക്ലാസ് 6ാം ക്ലാസ് മദ്രസ ചെയ്യുന്നതോടുകൂടെ പിന്നെ ആ മക്കൾക്ക് മതം പഠിക്കാനുള്ള, ദീന് പഠിക്കാനുള്ള അവസരം എവിടെ? നിങ്ങൾ എന്തിനാ മറ്റുള്ള കുട്ടികളെ നിങ്ങൾ ആലോചിക്കണ്ട, നമ്മളെ തന്നെ ആലോചിച്ച് നോക്കിയേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശരിച്ചാലോക്കെ, ഒരു മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ കയ്യെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ എത്ര പേർക്ക് അറിയും? ഞാൻ ആക്ഷേപിക്കാനല്ല ഈ പറയണത്, നമ്മൾ നോക്കാണ്. നിങ്ങൾക്ക് വേറുള്ള ആൾക്കാരെ നോക്കിയാൽ പോരെ. ഉസ്താദ് ആദ്യം പറഞ്ഞു തരണം, 3ാമത്തെ തക്ബീറിൽ ഇന്നതാട്ടോ ചെല്ലേണ്ടത്. നമ്മൾ നിന്നിട്ട് പറയാണ് അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് മാത്രം പറയുന്ന ആളുകളുണ്ട്, അല്ലേ? ഈ അവസ്ഥ നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ നിങ്ങളെല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ. നിങ്ങൾ മരിച്ചാൽ നമ്മളും പ്രാർത്ഥിച്ചേരണ്ടേ? നമുക്ക് പോലും ആ പ്രാർത്ഥനകൾ അറിയില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? പിന്നെ ആരുടെ തേട്ടാണ് നമ്മൾ കാത്തിരിക്കാനുള്ളത്? നമ്മുടെ ആമലൻ എത്രയേ ഉള്ളൂ എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണോ? അതുകൊണ്ട് മക്കൾക്ക് കൃത്യമായി ദീൻ എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾക്ക് ഒരിക്കലും പള്ളികൾ മുടക്കരുത്. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബിനികളെ കൊണ്ടുവരണം, നമ്മുടെ പെൺമക്കളെ കൊണ്ടുവരണം, നമ്മുടെ മക്കളെ കൂടെ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പറയാൻ വേറെയും കുറെ സംഗതികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹിനോട് തഖ്വണ്ടോ? പടച്ചു നമ്മൾ ഇടങ്ങാറാക്കില്ല. നമ്മൾ അറിയാത്ത വിധത്തിൽ നമുക്ക് റിസ്കുകൾ അല്ലാഹു തരും. ഹറാമുകൾ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുക, നന്നായി പരിശ്രമിക്കുക, അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹു അർ-റസ്സാഖാണ്. അള്ളാഹു നമുക്ക് യഥേഷ്ടതരും റബ്ബവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു പ്രധാന കാര്യം, നാളെ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി നടക്കുന്ന വനിതാ ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ്സുകളിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നമ്മൾ നന്നായി അധ്വാനിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ അധ്വാനിച്ചാൽ കുടുങ്ങുക എന്ന് പറയുന്നതൊന്നും ഉണ്ടാവില്ല. നമുക്ക് വെച്ച റിസ്ക് അള്ളാഹു എവിടെയാണോ അവിടേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെങ്കിലും, ബാക്കി അതിന്റെ കാര്യങ്ങൾ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് പോകാം. തഖ്വയാണ് പ്രധാനം. ആ തഖ്വ നമുക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാം സന്തോഷകരമാവും. അത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം.
എന്താ ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ. നിങ്ങൾ എന്റെ കൂടെ പറയണേ, നിങ്ങൾക്ക് അറിയണ ദുആ തന്നെയാണ്, എന്നാലും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന. ജീവിതം മുഴുവൻ വന്നിട്ട് അതില് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ, പടച്ചോനെ ഹുദ ഹിദായത്ത് തരണേ, വത്തുഖ തഖ്വ തരണേ, വൽ അഫാഫ് പടച്ചോനെ ഇഫാഫ് തരണേ. ചാരിത്ര ശുദ്ധി. ഇമാം ഗസാലി പറഞ്ഞെന്തറിയോ? നമ്മൾ അനാവശ്യമായ മേഖലയിൽ പണം ചെലവഴിച്ചു പോകുന്നുണ്ടോ? നമ്മൾ പേടിക്കണം. എന്താണെന്നറിയാമോ? പണച്ചെലവില്ലാതെ നമ്മളുടെ വീടുകളിലും അത്തരം വൃത്തികേടുകൾ നടക്കും. അതുകൊണ്ട് പടച്ചോനെ ഇന്നെ കേടുവരുത്തരുത്, എന്റെ മക്കളെയും എന്റെ കുടുംബത്തേക്ക് നന്നാക്കണം. എന്നിട്ട് കിട്ടുന്ന ഒരു ഐശ്വര്യമുണ്ട്. റബ്ബേ എനിക്ക് ഐശ്വര്യം തരണം. ഒന്നുകൂടെ പറഞ്ഞേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ് വൽ ഗിന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി സംതൃപ്തമായ മനസ്സുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അവനെ കണ്ടുമുട്ടാൻ നമുക്കെല്ലാം അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് രണ്ട് ലോകത്ത് വെച്ച് അള്ളാഹു അത് നമ്മിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് നന്മ ചെയ്യാനുള്ള മനസ്സ് തന്നെ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു നല്ല വഴി കാണിച്ചു കൊടുത്ത് രണ്ട് ലോകത്ത് നമുക്ക് തുണ നൽകുന്ന സന്തോഷം നൽകുന്ന മക്കളാക്കി അള്ളാഹു കുടുംബമാക്കി പരിവർത്തിപ്പിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട്, മാനസിക തിക്കുമുട്ടുകൾ കൊണ്ട്, മറ്റൊരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകി മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിച്ച് സന്തോഷമുള്ള സാഹചര്യം പടച്ചവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകം പിരിയുമ്പോ എല്ലാ നിലക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അവനെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.